ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പഴയകാല വിഭവമാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് അവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ബിരിയാണി അരിയാണ്. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്, എന്നാൽ ഇതൊരു 3-4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇത് സാധാരണ പച്ചരി വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം, ചോറ് വയ്ക്കുന്ന അരി വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. പക്ഷേ ബിരിയാണി അരി ഇട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബിരിയാണി അരി എടുത്തത് കേട്ടോ. പച്ചരി ആണെങ്കിലും മതി കേട്ടോ. റേഷൻ പീടിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പച്ചരി വെച്ചിട്ടും ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരുമുണ്ട് കേട്ടോ. ഒരുപാട് വ്യൂസൊക്കെ ഒരുപാട് കുറവാണ്. നിങ്ങൾക്ക് വീഡിയോസ് നോക്കുമ്പോൾ തന്നെ അറിയാം. കുറേ കൂട്ടുകാർ പറയലുണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തന്നെ ഫ്രഷ് ആയിട്ട് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരിയിലേക്ക്. നമ്മൾ കുക്കറിലാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഇനി 250 ml കപ്പിൽ 2 കപ്പോളം വരുന്ന തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നാം പാൽ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്, രണ്ടാം പാല്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയുടെ 2 ഏലക്കയുടെ കുരുവാണ് ചേർക്കുന്നത്. തോലെടുക്ക് ചേർക്കണ്ട കേട്ടോ. ഇത് തോല് ഒഴിവാക്കിയിട്ട് അതിൻ്റെ ആ ഒരു കുരു മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളിത് ചതച്ചെടുത്തിട്ടുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി, തോല് ഒഴിവാക്കിയിട്ട്. ഈ 1 കപ്പ് അരി എടുത്തപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ വേണമെങ്കിലും തയ്യാറാക്കാം, പക്ഷേ വെള്ളത്തിൽ തയ്യാറാക്കുന്നതിലും തേങ്ങാപ്പാൽ കുറച്ചുകൂടി ബെസ്റ്റാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാനായിട്ട്. മധുരം ഒന്ന് ബാലൻസ്, നമ്മൾ ഇതിലേക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ആകാനായിട്ട് ഇപ്പോൾ തന്നെ ഇതിലേക്ക് 2 പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ആദ്യം ഞാൻ ഗ്യാസിൻ്റെ കുറ്റി ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലാതെയാണ് കത്തിച്ചത്. അപ്പോൾ അത് ഓണാക്കിയിട്ട് ഇത് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലാണ് കേട്ടോ വരേണ്ടത്. പിന്നെ ലോ ഫ്ലെയിമിൽ 1 വിസിലും, അങ്ങനെ 2 വിസിലിനാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് ചിലപ്പോൾ വിസിലിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ വേവിന്. ഇനി ഇതിൽ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 3 ഉണ്ട ശർക്കര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ശർക്കരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ശർക്കര പാനി ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2ാമത്തെ വിസിലും വന്നിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. ഇനി അതിൻ്റെ ആ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ തീരെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ബിരിയാണി ആയിരിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ. നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള വെള്ളം, അല്ലെങ്കിൽ 1.25 കപ്പ് എന്നുള്ള വെള്ളമൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് ആ ഒരു പരുവത്തിൽ നന്നായിട്ട് ഇത് വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ലൂസിലാണ് വേണ്ടെങ്കിൽ നിങ്ങളൊരു 3 കപ്പൊക്കെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 കപ്പ് തേങ്ങാപ്പാൽ 1 കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇപ്പോൾ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അടുപ്പിലേക്ക് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റോളം ഒന്ന് കുക്കാക്കി എടുക്കുക. വിസിൽ വരേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വെന്തുക്കണു ഓൾറെഡി. ജസ്റ്റ് ഒന്ന് ഈ ശർക്കര പാനിയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനൊരു 4 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. വിസിൽ വന്നിട്ടില്ല, എന്നാലും ഒരു ആവി ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അത് പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് തുറന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് 1ാം പാലില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഫ്ലേവർ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്കയുടെ പൊടിയും ഇല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ഇല്ലെങ്കിൽ ഇത് രണ്ടും പാടെ ഒന്ന് ചതക്കിയെന്നാണ് കേട്ടോ നാട്ടുവർത്താനം നമ്മൾ പറയുന്നത്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചതക്കിയല്ല ചതച്ചെന്നാണ്. പെട്ടെന്ന് അങ്ങനെ വരും കേട്ടോ. ഓൾറെഡി നമ്മൾ എപ്പോഴും വർത്താനം പറയുന്നുണ്ട്, അങ്ങനെ വരും. ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ അതെ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 2 ചെറിയ ഉള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് നെയ്യിലൊന്ന് വഴറ്റി, ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ച് ചൂടാക്കേണ്ടതൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് ശർക്കരപ്പാനി ചേർത്തിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇനി ചൂടാക്കേണ്ട ആവശ്യമില്ല. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചക്കരച്ചോറാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ചക്കരച്ചോറ് എത്ര പേർക്ക് ഇഷ്ടമാണെന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പഴയകാല വിഭവമാണ്. പണ്ടൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക കഴിക്കാനായിട്ടൊക്കെ കിട്ടിയിരുന്നു. ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഈ ബറാത്തിന് ഒന്ന് തയ്യാറാക്കി നോക്കോണ്ടു. അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചക്കരച്ചോറ് ഇഷ്ടമായിട്ടുള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.